27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെയും കൊണ്ട് അയാളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം പ്രശ്നമാണ്. അവർ മുഖവുരയിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ലോകത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഡോക്ടർ, ഞങ്ങൾ പറയാം. എന്താണെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പം തൊട്ടേ വളരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. സുഹൃത്തുക്കളൊന്നും ഇല്ല, സുഹൃത്തുക്കൾ വേണമെന്ന് താല്പര്യവുമില്ല. പലപ്പോഴും ഇവൻ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ആദ്യം മാതാപിതാക്കൾക്ക് സന്തോഷം തോന്നുമായിരുന്നു. കാരണം കമ്പനി കൂടി വഷളായി പോയില്ലല്ലോ. ഈ കൗമാരപ്രായത്തിലെ കുട്ടികൾ എത്തുമ്പോൾ കമ്പനി കൂടി കുട്ടികൾ വഷളാകുക എന്നുള്ളതാണല്ലോ മാതാപിതാക്കളുടെ ഒരു വലിയൊരു ആശങ്ക. ഇവിടെ അങ്ങനെ കമ്പനി കൂടി വഷളാകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ പറഞ്ഞാലോ അത്തരം കാര്യങ്ങൾക്കൊക്കെ മടിയാണ്. ഒരു മനുഷ്യരുമായിട്ടുള്ള ആശയവിനിമയം വരുന്ന കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. എന്നാൽ കൂട്ടുകൂടി നടക്കുന്ന ഒന്ന് കണ്ടാൽ അതിലൊരു വിഷമവും ഇല്ല. അവനോട് ചോദിച്ചു നോക്കുകയാണ്, നിനക്ക് കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകണമെന്നില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട, എന്നെ ആരും ശല്യപ്പെടുത്താതിരുന്നാൽ മതി എന്നുള്ളതാണ്. ഒരു തണുപ്പൻ പ്രകൃതമാണ്, ഒരു നിസ്സംഗമായ മനോഭാവമാണ്. വഴക്ക് പറഞ്ഞാലും പ്രതികരണമില്ല. ഇനി രണ്ട് നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിച്ചാലും പ്രതികരണമില്ല. അവനിഷ്ടമുള്ളതേ അവൻ ചെയ്യൂ, അവൻ്റെ വേഗതയിലേ അവൻ കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ വീട്ടുകാർക്കൊന്നും പറയുന്ന വേഗതയിലൊന്നും അവർ കാര്യങ്ങൾ ചെയ്യില്ല. സ്കൂളിൽ പോകാൻ തന്നെ പലപ്പോഴും മടിയാണ്, എങ്കിലും പോകുന്നു. പോയി കഴിഞ്ഞാൽ തന്നെ ആരോടും മിണ്ടില്ല, പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നു, വരുന്നു. പഠിത്തമൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരുമായി സഹകരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹൈസ്കൂളിലേക്കൊക്കെ എത്തിയപ്പോൾ പ്രോജക്റ്റ് അങ്ങനത്തെ ചില കാര്യങ്ങൾ 2-3 കുട്ടികൾ ചേർന്നൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിന് വലിയ പ്രയാസം. ഇദ്ദേഹം ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ആ പ്രോജക്റ്റൊക്കെ ചെയ്തുകൊണ്ട് പോയി സബ്മിറ്റ് ചെയ്തു. അപ്പോൾ മറ്റ് കുട്ടികൾ ഇത് അറിഞ്ഞുപോലുമില്ല. അവരിത് ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒറ്റയ്ക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, ഇപ്പോൾ കോളേജിലൊക്കെ എത്തിയത് ശേഷം ഈ ശീലം തുടരുന്നു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വല്ലാത്ത പ്രശ്നങ്ങളാണ്. അതായത് ഇടയ്ക്ക് പെട്ടെന്ന് പേടി തോന്നുന്നതായിട്ട് പറയുന്നു. ആൾക്കാരൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അധിക ദിവസമൊന്നും നീണ്ടു നിൽക്കില്ല. 1-2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. പിന്നെ ചില ആവർത്തിച്ചുള്ള ചില ചിന്തകൾ, അത് പ്രത്യേകിച്ചും ഈ മതം, ദൈവവിശ്വാസം, തത്വചിന്ത, ആത്മീയത, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളും ചില സംസാരങ്ങളും ഒക്കെയാണ്. അത് വീട്ടുകാരോട് മാത്രമേ പറയൂ, നിർബന്ധിച്ചവരെ അത് അടിച്ചേൽപ്പിക്കുകയൊന്നുമില്ല. അപ്പോൾ എന്താണ് നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനത്തെ മനുഷ്യൻ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ വളരെ കാര്യമുള്ള വിഷയങ്ങളാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിഗ്രി പാസ്സായതിന് ശേഷം തീരെ വെളിയിലോട്ട് ഇറങ്ങാതെയായി, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ PSC പരീക്ഷകൾക്കൊക്കെ വേണ്ടി പരിശീലിക്കുന്നതൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകാനോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം തന്നെ അതിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളും കണ്ടെത്തി പഠിക്കുന്നുണ്ട്. ഒരു ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ ജോലി കിട്ടി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയ ഒരു ജോലിയാണ്. അവിടെ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടണം. കാരണം ആ ഓഫീസിൽ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരും, സർട്ടിഫിക്കറ്റ് ചോദിച്ചു വരും. ഈ ആൾക്കാരോടുള്ള ഇടപെടൽ ഇവന് ബുദ്ധിമുട്ട്. അവൻ ആ ജോലി രാജിവെക്കുക, സർക്കാർ ജോലി രാജിവെക്കുകയാണ്. ഓർത്ത് നോക്കണം. പിന്നീട് ചില സ്വകാര്യ മേഖലകളിലൊക്കെ ജോലി തേടിപ്പോയി. അവിടെയും ഒരു സ്ഥലത്ത് ഇതുപോലെ ജോലിക്ക് കയറി. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടീം മീറ്റിങ്ങുകൾ വരുന്നു. ഒട്ടേറെ ആളുകൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇതേപോലെ മത്സര പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള വാശികളാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു ദിവസം രാവിലെ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇവന് ഇഷ്ടമുള്ള മേഖലയാണ്, ഇവന് നല്ല താല്പര്യമുള്ള ജോലിയാണ്, അവനതിനുള്ള വൈദഗ്ധ്യം കൊണ്ട് അവൻ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പറയുകയാണ്, രാവിലെ ഒരു കറുത്ത പശുവിനെ കൊണ്ടുവരണം. വീട്ടുകാർ ചോദിച്ചാൽ എന്തിനാണ് കറുത്ത പശുവിനെ? അല്ല, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കറുത്ത പശുവിനെ അവിടെ നിർത്തിയിരിക്കണം. ആ പശുവിൻ്റെ പുറം ഭാഗം കണ്ടിട്ട് നല്ല ശകുനമാണെങ്കിലേ ഞാൻ പോകും. കാരണം അറിയാമല്ലോ, നേരത്തെ ചെയ്ത 2 ജോലികളും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കാരണം ആ ശകുനം മോശമായിട്ടുള്ള ദിവസമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയത്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടുന്നെങ്കിലും ഒരു കറുത്ത പശുവിനെ കൊണ്ട്. ഇപ്പം നഗരമധ്യത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ അന്താളിച്ചു പോയി. ഈ കറുത്ത പശുവിനെ കൊണ്ടുവരാൻ രാവിലെ എവിടെ പോകും? ഈ കറുത്ത പശുവിനെ രാവിലെ കിട്ടിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിന് പോകാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് അനായാസം കിട്ടുമായിരുന്ന ആ ജോലി അദ്ദേഹം ആ ഇൻ്റർവ്യൂവിന് പോയില്ല. ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വല്ലാതെ കൂടി വരുന്നു. പലപ്പോഴും എല്ലാ മനുഷ്യർക്കും ചെറിയ തോതിലൊക്കെയുള്ള വിശ്വാസങ്ങളൊക്കെ കണ്ടേക്കാം. പക്ഷേ ആ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമെങ്കിലും ആ വിശ്വാസം വളരെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന് തകരാറ് വരുന്ന രീതിയിലേക്കൊന്നും പൊതുവെ പോകാറില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുപോലത്തെ കുറേ അന്ധവിശ്വാസങ്ങളാണ്. ആ അന്ധവിശ്വാസങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാലേ അദ്ദേഹം എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളൊരു നിർബന്ധമാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം. അതൊരു വ്യക്തിത്വ വൈകല്യമായിട്ട് കരുതപ്പെടുന്നുണ്ട്. വ്യക്തിത്വ വൈകല്യമല്ല, മസ്തിഷ്കത്തിൻ്റെ വളർച്ചയിലെ ഒരു വ്യതിയാനമാണ് എന്ന് മറ്റു ചില ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവർക്ക് ഒട്ടും മറ്റുള്ളവരുമായി സംസർഗമില്ല, സുഹൃത്തുക്കളില്ല, ഊഷ്മളമായ വൈകാരിക ബന്ധങ്ങളില്ല, അത് ഉണ്ടാകണമെന്ന ആഗ്രഹവുമില്ല. ഒറ്റയ്ക്ക് അവർ വളരെ കംഫർട്ടബിളാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില സംശയങ്ങളും ഭയങ്ങളും ഒക്കെ വരും. പ്രത്യേകിച്ച് അവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം വരുമ്പോൾ ചില മിഥ്യാവിശ്വാസങ്ങളൊക്കെ വരും, താൽക്കാലികമായിരിക്കും. ആവർത്തിച്ചുള്ള ചില ചിന്തകൾ അവരുടെ മനസ്സിനെ മഥിക്കും. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരിക്കും, മണിക്കൂറുകളോളം അതിനുവേണ്ടി സമയം കളയും. അന്ധവിശ്വാസങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പശുവിനെ കണി കണ്ടാലേ രാവിലെ ഇൻ്റർവ്യൂവിന് പോകുമെന്ന് പറയുന്ന പോലത്തെ അന്ധവിശ്വാസം, ഇതെല്ലാം ചേർന്നൊരവസ്ഥയാണ് ഈ സ്കിസോടൈപ്പൽ ഡിസോർഡർ. തീർച്ചയായിട്ടും അത് ചെറുപ്പം തൊട്ടേ വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ദീർഘകാലത്തെ ചികിത്സ വേണ്ടി വരും. പലപ്പോഴും ഇവർ ചികിത്സയോട് സഹകരിക്കാനും സാധ്യത കുറവാണ്. കാരണം ഇവരുടെ ഈ അവസ്ഥയിൽ വളരെ സുഖമായിട്ട് ജീവിക്കുകയാണ്. എനിക്ക് സമൂഹം പറയുന്ന പോലെയൊന്നും ജീവിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ ജീവിച്ചുള്ള എന്നെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരരുത് എന്നുള്ളൊരു മനോഭാവമായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഒരു ചികിത്സയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെയധികം സമ്മർദ്ദം ചെലുത്തി വേണം ചികിത്സയിലേക്ക് കൊണ്ടുവരാൻ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സകൾ വേണ്ടി വരും. ഇപ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ചില മരുന്നുകൾ വേണ്ടി വരും ഇവരുടെ ഈ മിഥ്യാവിശ്വാസങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ. അതോടൊപ്പം തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകളും വേണ്ടി വരും. തലച്ചോറിലെ രാസവസ്തുക്കൾ ക്രമീകരിക്കുന്നതിനോടൊപ്പം മനസ്സിലെ ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള ഇൻ്റർപേഴ്സണൽ തെറാപ്പി, ഇങ്ങനെയുള്ള ചില ചികിത്സാ രീതികളും വേണ്ടിവരും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയിലൂടെ ക്രമേണ ഇവരുടെ ഈ പെരുമാറ്റ വ്യത്യാസങ്ങൾ കുറച്ചുകൊണ്ടുവന്ന് അത് നിയന്ത്രണ വിധേയമാക്കാം. നമസ്കാരം.